ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ പരിസര പഠനം ഹരിത ഭൂമി എന്ന പാഠമാണ്. യൂണിറ്റ് 1 ഹരിത ഭൂമി. 3ാം ക്ലാസ്സിലെത്തിയല്ലേ? 2ാം ക്ലാസ്സിലെ എല്ലാ മിടുക്കന്മാരും മിടുക്കികളും എല്ലാവരും 3-ലെത്തിയല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ കാണാൻ ആദ്യമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ എല്ലാം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവും, ലൈക്ക് ചെയ്യണം. ഓക്കെ. അതേപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപയോഗമാവട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് പോകാം. പാഠഭാഗത്ത് ആദ്യം തന്നെ ഒരു പാട്ടാണ്. യൂണിറ്റ് 1 ഹരിതഭൂമി. തൊട്ടുവാ പൈങ്കിളിയേ, തെയ്യക്കം 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 താര, മാമരം തൊട്ടുവാ പൈങ്കിളിയേ, കിളി തൊട്ട മരമേത്, മരമതിൻ പേരെന്ത്, വലുതെന്നോ ചെറുതെന്നോ പറയാമോ? കിളിയോട് ഒരു മരം തൊട്ടു വരാൻ പറയാണ്. ആ മരം ഏതാണെന്ന് പറയണം. ആ മരത്തിൻ്റെ പേരെന്താണ്, അത് വലുതാണോ അത് ചെറുതാണോ എന്നൊക്കെ പറയണം. തെയ്യക്കം 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 താര, പൂവൊന്നു തൊട്ടുവാ പൈങ്കിളിയെ, കിളി തൊട്ട പൂവേത്, പൂവിൻ്റെ പേരെന്ത്, പൂവതിൻ നിറമെന്ത് പറയാമോ? പിന്നീട് പൈങ്കിളി ഒരു പൂ തൊട്ടു വരണം. കിളി തൊട്ട പൂവേതെന്ന് പറയുക, അതിൻ്റെ പേരെന്താണെന്ന് പറയുക, പൂവിൻ്റെ നിറം എന്താണെന്ന് പറയുക. തെയ്യക്കം 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 താര, ഇലയെന്നു തൊട്ടുവാ പൈങ്കിളിയെ, കിളി തൊട്ട ഇലയേത്, ഇലയതിൻ പേരെന്ത്, ഇല തന്നെ ആകൃതി പറയാമോ? അടുത്തതായിട്ട് കിളി ഒരു ഇലയാണ് തൊട്ടു വരേണ്ടത്. ഇലയുടെ പേരെന്താണ്, ഇലയുടെ ആകൃതി എന്താണ് എന്നൊക്കെ പറയാമോ? പാട്ടുപാടി കളിക്കുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടില്ലേ? ഈ കളി നമുക്കും കളിച്ചാലോ? കളിച്ചപ്പോൾ ഏതെല്ലാം സസ്യങ്ങളെ തൊടാൻ അവസരം ലഭിച്ചു? ഇതുപോലെ ഏതെല്ലാം സസ്യങ്ങൾ നിങ്ങൾക്കറിയാം? എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. ഒരുപാട് സസ്യങ്ങൾ നമ്മുടെ സ്കൂളിലാണ് കളിക്കുന്നതെങ്കിൽ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലും മുറ്റത്തും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. വീട്ടിലാണെങ്കിലും നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് സസ്യങ്ങളും മരങ്ങളൊക്കെ ഉണ്ട്. അവയുടെയൊക്കെ പേരുകൾ നിങ്ങളുടെ പരിസര പുസ്തകത്തിൽ എഴുതണം. ഏതെല്ലാം ഭാഗങ്ങൾ? സൈറ ചെടിയുടെ ചിത്രം വരയ്ക്കുകയാണ്. ചിത്രത്തിൽ ഇനിയും ഏതെല്ലാം ഭാഗങ്ങൾ വരച്ചു ചേർക്കാനുണ്ട്? ചിത്രം പൂർത്തിയാക്കി ഭാഗങ്ങൾ ഏതെന്ന് എഴുതി ചേർക്കൂ. ഇവിടെ ഒരു ചിത്രം എന്ന് പറഞ്ഞിട്ടൊരു തണ്ട് മാത്രമേ തന്നിട്ടുള്ളൂ. തണ്ടെന്ന് നമ്മളിവിടെ എഴുതണം. വേര്, തണ്ട്, പിന്നെ അതിൽ ഇലകളും വേണം അല്ലേ? ഇല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു നല്ല മനോഹരമായ ചിത്രം വരയ്ക്കുക. സസ്യങ്ങളുടെ മറ്റ് പേരുകൾ, സസ്യഭാഗങ്ങളുടെ മറ്റ് പേരുകൾ പരിചയപ്പെടാം. തണ്ട് എന്നതിന് പകരം നമ്മൾ സയൻസിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പേര് കാണ്ഡം എന്നാണ്. ഇല പത്രം, വേര് മൂലം. തരംതിരിക്കാം. നിങ്ങൾക്കറിയാവുന്ന എല്ലാ സസ്യങ്ങളും ഒരുപോലെയാണോ? എന്തെല്ലാമാണ് വ്യത്യാസങ്ങൾ? എല്ലാ സസ്യങ്ങളും ഒരുപോലെയല്ല. വലുപ്പത്തിൽ ഈ സസ്യങ്ങളെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഇലകളുടെ ആകൃതിയിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചെടിയുടെ ആകൃതിയിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇലയുടെ നിറത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വലുപ്പം, ആകൃതി, നിറം, സസ്യത്തിൻ്റെ വലിപ്പം, ഉയരം. വലിപ്പം എന്ന് വെച്ചാൽ ഉയരം കൂടി. ഓക്കെ. ചിത്രത്തിൽ ഏതെല്ലാം സസ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്? ഇവയുടെ തണ്ടുകളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? വലിപ്പത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്? ഇവ എത്ര കാലം നിലനിൽക്കുന്നു? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ പട്ടികയിൽ ടിക്ക് ചെയ്യൂ. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുള്ള സസ്യങ്ങൾ നിരീക്ഷിച്ച് ഈ പട്ടിക പൂർത്തിയാക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ചീര തന്നിട്ടുണ്ട്, ചെമ്പരത്തി, മാവ് അല്ലേ? ഇനി ഇതിൽ തെച്ചിയുണ്ട്, റോസ്, ഹിബിസ്കസ്, നെല്ല്, തെങ്ങ്, ആല്, തൊട്ടാവാടി, ഇങ്ങനെ കുറേ സസ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ചീര അടയാളപ്പെടുത്തിയത് നോക്കാം. ഇതിൻ്റെ തണ്ട് എങ്ങനെയുള്ളതാണ്? 3 തരം തണ്ടുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒന്ന് മൃദുവായത്, രണ്ടാമത്തത് കാഠിന്യമുള്ളത്, വളരെ കാഠിന്യമുള്ളത്. അപ്പോൾ ചീരയുടെ തണ്ട് ഇതിൽ മൃദുവായതിലാണ് ടിക്ക് ചെയ്തത്.
ഇനി വലിപ്പത്തിലും 3 തരം തന്നിട്ടുണ്ട്. ഒന്ന് ചെറുത്, ഇടത്തരം, വലുത്. അപ്പോൾ ചീര ഇതിലേതാണ്? ചെറുത്. ഇനി നിലനിൽക്കുന്ന കാലം, എത്ര കാലം ഇതുണ്ടാകും? മാസങ്ങൾ, വർഷങ്ങൾ, വളരെയധികം വർഷങ്ങൾ. അപ്പോൾ ചീര ഇതിൽ മാസങ്ങൾ മാത്രമാണ് ജീവിക്കുന്നത്. ചെമ്പരത്തിയുടെ തണ്ട് കാഠിന്യമുള്ളതാണ്. ചെമ്പരത്തിയുടെ വലുപ്പം ഇടത്തരമാണ്. ചെമ്പരത്തി നിലനിൽക്കുന്ന കാലം വർഷങ്ങളാണ്. മാവിൻ്റെ തണ്ട് വളരെ കാഠിന്യമുള്ളതാണ്. മാവിൻ്റെ വലുപ്പം വലുതാണ്. മാവ് നിലനിൽക്കുന്ന കാലം വളരെയധികം വർഷങ്ങൾ നിലനിൽക്കുന്നു. ഓക്കെ, ഇനി നമുക്കിതിൽ ബാക്കിയുള്ളവയും കൂടി ചേർത്തെഴുതാം. അടുത്തത് നെല്ലാണ്. നെല്ലിൻ്റെ തണ്ട് ഇതിൽ എന്താണ് വേണ്ടത്? മൃദുവായതാണ്. നെല്ലിൻ്റെ വലുപ്പം ചെറുത്. നെല്ല് നിലനിൽക്കുന്ന കാലം മാസങ്ങൾ. അടുത്തതായിട്ട് തെങ്ങിൻ്റെ തണ്ട് വളരെ കാഠിന്യമുള്ളതാണ്. അതായത് തെങ്ങിൻ്റെ തടി നല്ല കാഠിന്യമുള്ളതാണ്. തെങ്ങിൻ്റെ വലിപ്പം വലുതാണ്. തെങ്ങ് നിലനിൽക്കുന്ന കാലം വളരെയധികം വർഷങ്ങൾ. പിന്നെ ഇവിടെ തെച്ചി തന്നിട്ടുണ്ട്. തെച്ചി ഏതിലാണ് വരുന്നത്? തണ്ട് കാഠിന്യമുള്ള തണ്ടാണ്. വലുപ്പം ഇടത്തരമാണ്. നിലനിൽക്കുന്ന കാലം വർഷങ്ങൾ. അടുത്തത് ആൽമരമാണ്. ആൽമരത്തിൻ്റെ തണ്ട് വളരെ കാഠിന്യമുള്ളതാണ്. സൈസ്, അതായത് വലിപ്പം വളരെ വലുതാണ്. എത്ര കാലം നിലനിൽക്കും? ഒരുപാട് വർഷങ്ങൾ നിലനിൽക്കും. ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തേണ്ടത് ഈ പട്ടികയിൽ. അപ്പോൾ ഇതിൽ തന്നെ ഇത്ര എഴുതാനുള്ള സ്ഥലമേ ഉള്ളൂ. ഇനി ഇതിൽ നമുക്ക് റോസ് ഉണ്ട്, തൊട്ടാവാടി ഉണ്ട്. അപ്പോൾ റോസ് ഇതിൽ വരുന്നത് കുറച്ച് കാഠിന്യമുള്ളതാണ്. റോസിൻ്റെ തണ്ട് കാഠിന്യമുള്ളതാണ്. റോസിൻ്റെ വലിപ്പം ഇടത്തരമാണ്. റോസ് നിലനിൽക്കുന്ന കാലം വർഷങ്ങൾ. തൊട്ടാവാടിയുടെ തണ്ടും എങ്ങനെയാണ്? കാഠിന്യമുള്ളതാണ്. തൊട്ടാവാടിയുടെ തണ്ട് കാഠിന്യമുള്ളതാണ്. അതേപോലെ തൊട്ടാവാടിയുടെ വലിപ്പം ചെറുതാണ്. തൊട്ടാവാടി വർഷങ്ങൾ നിലനിൽക്കും. ഇത്രയുമാണ് നമ്മുടെ ഈ പാഠത്തിൽ ഇപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അടുത്തത് പട്ടികയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലായി? ഇപ്പോൾ നമുക്ക് പലതരം സസ്യങ്ങളുണ്ട് എന്ന് മനസ്സിലായി അല്ലേ? കാഠിന്യമുള്ള തണ്ടിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുള്ള ചെടികൾ, വലിപ്പത്തിൻ്റെ കാര്യത്തിൽ വ്യത്യസ്തമായത്, നിലനിൽക്കുന്ന കാലത്തിനനുസരിച്ച് വ്യത്യസ്തമായത്. അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് നമ്മൾ 3 എണ്ണം എടുത്തിട്ടുണ്ട്: ചീര, മാവ്, ചെമ്പരത്തി. അപ്പോൾ ചീര പറയാണ്, എന്നെയും എൻ്റെ കൂട്ടുകാരെയും ഓഷധികൾ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതുപോലെ ചെറിയ മൃദുവായ തണ്ടുള്ള സസ്യങ്ങളെയൊക്കെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പ്, അതിൻ്റെ പേര് ഓഷധികൾ. ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതൂ. തണ്ട് മൃദുവാണ്, ഒരു പ്രത്യേകത അതാണ്. ആഴത്തിൽ വേരോട്ടമില്ല, ആഴത്തിൽ വേരോടുന്നില്ല. പിന്നെ എന്താണ് ഈ ചീരയുടെ പ്രത്യേകത? അധികം ആഴ്ന്നിറങ്ങുന്ന വേരില്ല, കൂടുതൽ കാലം ജീവിക്കില്ല. ഇതൊക്കെ ചീരയുടെ പ്രത്യേകതകളാണ്. ഇനി നമ്മുടെ മാവ്, ചീരയുടെ എന്ന് വെച്ചാൽ ഓഷധികളുടെ പ്രത്യേകത. മാവിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഉയരത്തിൽ വളരുന്ന ഞങ്ങളെ അറിയില്ലേ? ഞങ്ങളാണ് മരങ്ങൾ. ഞങ്ങളുടെ പ്രത്യേകതകൾ കൂടി എഴുതൂ. വളരെ കാഠിന്യമുള്ള തണ്ടാണ്. നമുക്കറിയാം മാവിൻ്റെ തടിക്ക് നല്ല ബലമുണ്ട് അല്ലേ? അപ്പോൾ കാഠിന്യമുള്ള തണ്ടാണ്. പിന്നെ ഉയരത്തിൽ വളരുന്നവയാണ്. പിന്നെ അതിൻ്റെ വേരുകൾ ആഴത്തിൽ പോകുന്നവയാണ്. ഒരുപാട് കാലം ജീവിക്കുന്നവയാണ്. ഇതെല്ലാം ഈ മാവിൻ്റെ പ്രത്യേകതയാണ്. അടുത്തതായിട്ട് ചെമ്പരത്തിയാണ്. തണ്ടുകൾക്ക് കടുപ്പമുണ്ടെങ്കിലും ഞങ്ങളും ചെറിയ ചെടികളാണേ. ഞങ്ങളെ കുറ്റിച്ചെടികൾ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതൂ. കട്ടിയുള്ള തണ്ട്, പിന്നെ കുറ്റിച്ചെടിയായിട്ട് വളരുന്നു.
പിന്നെ കുറേ കാലം ജീവിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ 3 തരത്തിൽപ്പെട്ട സസ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കിയത്. ഓഷധികൾ, മരങ്ങൾ, കുറ്റിച്ചെടികൾ. ഇനി ചീര, ചെമ്പരത്തി, മാവ് എന്നിവയുടെ കൂട്ടത്തിൽപ്പെട്ടവർ ആരെല്ലാം ആയിരിക്കും? ഓരോരുത്തരുടെയും കൂട്ടത്തിൽ പെടാവുന്ന ആ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടായിരിക്കാം? പട്ടിക പൂർത്തിയാക്കൂ. ഓഷധികൾ എന്നതിൽ ചീര തന്നിട്ടുണ്ട്, കുറ്റിച്ചെടികളിൽ ചെമ്പരത്തി, മരങ്ങളിൽ മാവ്. അപ്പോൾ നമ്മൾ ഓഷധികളിൽ നെല്ല്, തുമ്പ, മുക്കുറ്റി, മഷിത്തണ്ട്, ഗോതമ്പ് അങ്ങനെയുള്ള ചെടികളെ ഉൾപ്പെടുത്താം. ഇനി കുറ്റിച്ചെടികളുടെ വിഭാഗത്തിൽ ചെമ്പരത്തി, തെച്ചി, റോസ്, തുളസി, കൃഷ്ണകിരീടം, കാപ്പി, ചായ, തേയില, കാപ്പിച്ചെടി, തേയിലച്ചെടി ഇങ്ങനെയൊക്കെയുള്ളവയെ ഒക്കെ കുറ്റിച്ചെടികളാണ് അവയൊക്കെ. അടുത്തത് മരങ്ങളിൽ മാവ്, പ്ലാവ്, പുളി, ആല്, തേക്ക്, കാഞ്ഞിരം, ഞാവൽ അങ്ങനെ ഉയരത്തിലും വണ്ണത്തിലും വളരുന്ന പ്ലാന്റുകളെ, ചെടികളെയൊക്കെ മരങ്ങളുടെ വിഭാഗത്തിൽ പെടുത്താം. അടുത്തതായിട്ട് ചേർത്ത് വരയ്ക്കാനാണ് കുറ്റിച്ചെടികൾ, ഓഷധികൾ, മരങ്ങൾ. അപ്പോൾ ഇവിടെ കുറ്റിച്ചെടികളുടെ വിഭാഗത്തിൽ ആരൊക്കെയാണ് പെടുന്നത്? ചെമ്പരത്തിയും റോസും. ഓഷധികളുടെ വിഭാഗത്തിലാണ് നെല്ല്, അതേപോലെ ചീര, മുക്കുറ്റി. മരങ്ങളുടെ വിഭാഗത്തിൽ തെങ്ങ്, ആല് ഇവയൊക്കെ ഇതുപോലെ അടയാളപ്പെടുത്തണം. ഇനി ഇതൊന്നുമല്ലാതെ ഓഷധികളും മരങ്ങളും കുറ്റിച്ചെടികളുമല്ലാതെ വള്ളിച്ചെടികൾ എന്നൊരു വിഭാഗം കൂടി ഉണ്ട്. കൂട്ടുകാരെ, ഞങ്ങൾ വള്ളിച്ചെടികൾ, ഞങ്ങളും ഇവിടെ ഉണ്ടേ. എന്തെല്ലാമാണ് ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ? എഴുതി നോക്കൂ. വള്ളികളായി പടരുന്നു. ഒന്നാമത്തെ അത് തന്നെയാണ്, വള്ളികളായി പടരുന്നു. രണ്ടാമതായിട്ട് നിവർന്നു നിൽക്കാൻ കഴിയില്ല. നിവർന്നു നിൽക്കാൻ കഴിയില്ല. അതുപോലെ ആഴത്തിലുള്ള വേരുകൾ ഇല്ല. പിന്നെ നിവർന്നു നിൽക്കണമെങ്കിൽ താങ്ങുകൾ കൂടിയേ തീരൂ. പരിസരം നിരീക്ഷിച്ച് വള്ളിച്ചെടികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതൂ. വള്ളിച്ചെടികൾ നിങ്ങൾക്കറിയാം അല്ലേ? ആരൊക്കെയാണ് വള്ളിച്ചെടികൾ? മത്തൻ, കുമ്പളൻ, പടവലം, കൈപ്പക്ക, മുന്തിരി, കുരുമുളക്, കോവല് ഇതെല്ലാം വള്ളിച്ചെടികളാണ് അല്ലേ? വള്ളിച്ചെടികൾ 2 തരമുണ്ട്. നിലത്ത് പടർന്നു വളരുന്നവയും താങ്ങിൽ പറ്റിപ്പിടിച്ചോ പടർന്നോ മുകളിലേക്ക് വളരുന്നവയും. ചിലതൊക്കെ നിലത്തു കൂടെ കടന്ന് വളരുകയാണ്. ഏതൊക്കെയാണ് ആ നിലത്തു കൂടെ കടന്ന് വളരുന്നത്? നമ്മൾ കാണുന്നതിൽ മത്തനുണ്ട്, കുമ്പളനുണ്ട്, മധുരക്കിഴങ്ങുണ്ട്. ഇതെല്ലാം നിലത്തു കൂടെ പടർന്ന് വളരുകയാണ്. എന്നാൽ കയ്പ, പടവലം, മുന്തിരി, കുരുമുളക് ഇതെല്ലാം ഒരു താങ്ങിൻ്റെ മേലെ കൂടെ കയറി മുകളിലേക്ക് വളരുന്നവയാണ്. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ എടുത്തതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ പാഠത്തിൻ്റെ അടുത്ത ഭാഗം വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.